വിപിൻ, മൂത്തേടത്ത് റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ, ലീഗിന്റെ നേതാക്കൾ, യുവ നേതാക്കളൊക്കെ ഉണ്ട്. പ്രിയങ്ക ഗാന്ധി എത്തിയോ? സ്ഥാനാർത്ഥിയും എത്തിയിട്ടുണ്ട്. അതെ, സ്ഥാനാർത്ഥിയും എത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഒരു 15 മിനിറ്റിന്റെ ഉള്ളിൽ ഇവിടെ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഗഫൂറിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം ഇവിടേക്ക് അവർ തിരിച്ചു കഴിഞ്ഞു. ഇനി അല്പ ദൂരമുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വാഹനത്തിലും കാണാം. KPCC അധ്യക്ഷനും കൂടി ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു വലിയ ഒരു ആവേശത്തിലേക്ക് തന്നെ UDFന്റെ പ്രവർത്തകരൊക്കെ മാറിയിരിക്കുന്നു. എങ്ങനെയാണ് അപ്പോൾ വിജയപ്രതീക്ഷ? 100% ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കും. ഇപ്രാവശ്യം ബാപ്പുട്ടി നിയമസഭയിൽ അതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഒരു നിലമ്പൂർ കണ്ട ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നിലമ്പൂരിലെ വികസന മുരടിപ്പിന് ഒരു അറുതി വരുത്തുന്നതിന് ഈ മുന്നണി ഭരണം മാറേണ്ട അത്യാവശ്യമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു ടൈറ്റ് പോരാട്ടമാണോ നിലമ്പൂർ? ഒരു ടൈറ്റും ഇല്ല. ഇവിടെ UDF വിരുദ്ധ വോട്ടുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്നുള്ളിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. നിലമ്പൂർ നിയോജക മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് ഇപ്രാവശ്യം വിജയിക്കും. അൻവർ നിന്നത് അത് LDFന്റെ വോട്ടാണ് പോവാന്നുള്ളതാണ്. തീർച്ചയായിട്ടും UDF വിരുദ്ധ വോട്ടുകളാണ് വിഘടിച്ചു പോവുക. ഓക്കെ, എന്താണ് അല്ല, ഈ പ്രാവശ്യം നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്ത് തൂത്തുവാരും. ഇവിടെ കൂടിയിട്ടുള്ള ഈ ആളുകളെ കണ്ടാൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളിതിന്റെ പ്രവർത്തകരാണ്. എന്നാൽ ഞങ്ങളെപ്പോലെ തന്നെ ആവേശത്തിൽ നിൽക്കുന്ന ധാരാളം ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് തന്നെ ആയിരിക്കും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ എഫക്റ്റ്. അതിവിടെ സംഭവിച്ചിരിക്കും. ഇവിടെ ഷൗക്കത്തും സ്വരാജും അമ്പെ പരാജയപ്പെടും. ഈ പഞ്ചായത്തിൽ മാത്രം എല്ലാ പഞ്ചായത്തിലും ഇതേ പ്രോഗ്രാം തന്നെ. പഴിക്കടവാണെങ്കിലും ഇടയ്ക്കലാണെങ്കിലും തീർച്ചയായിട്ടും ബാപ്പുട്ടി ജയിച്ചിരിക്കും. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിരിക്കും. അതെ, അപ്പോൾ ഇവർ ഈ പറയുന്നതൊക്കെ തന്നെ ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തു നിന്നുള്ള ഒരു ആര്യാടൻ ഷൗക്കത്ത് എഫക്റ്റ് ഇവിടെ ഉണ്ട്. 9 വർഷമായി ഈ ഒരു തിരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതെല്ലാമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഈ കാണാം, പ്രതികൂലമായിട്ട് നിൽക്കുന്നത് മഴയാണ്. ഇടയ്ക്ക് പെയ്യുന്നു, പിന്നീട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നു, വീണ്ടും തകർത്ത് പെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. രാവിലെ മുതൽ തന്നെ ഇങ്ങനെയാണ്. ഇപ്പോഴിതാ വീണ്ടും മഴ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ റോഡ് ഷോ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോഴേക്കും മഴ മാറി നിൽക്കും എന്നുള്ളതാണ് ആകെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ കോൺഗ്രസിന്റെ ബലൂണുകളും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കട്ടൗട്ടുകളൊക്കെയായി മണിക്കൂറുകളായിട്ട് തന്നെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറായി ഈ മഴയിലും അവരൊക്കെ കാത്തു നിൽക്കുകയാണ്. നമുക്കിപ്പോഴും എനിക്കൊക്കെ ഓർമ്മയുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി ആദ്യം വന്ന ഒരു സമയത്ത് ഈ ഒരു മണ്ഡലത്തിലേക്കൊക്കെ ഇതിനു മുൻപൊക്കെ എത്തി, അവർ മത്സരിക്കുന്ന സമയത്തൊക്കെ എത്തിയൊരു സമയത്തുണ്ടായിരുന്ന ആ ഒരു ആവേശം ഇപ്പോൾ അവർ പലകുറി വന്നു. പ്രിയങ്ക ഗാന്ധി നന്ദി പറയാനായി എത്തി, MP ആയതിനു ശേഷം വന്നു. ഇങ്ങനെയൊക്കെ എത്തിയിട്ടും ഇപ്പോഴിതാ വീണ്ടും എത്തുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ആവേശം, ആ ഒരു കൗതുകം, പ്രിയങ്ക ഗാന്ധിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം, അത് പ്രവർത്തകരിൽ ഓരോ തവണയും കൂടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. അത് തന്നെയാണ് ഈ ഒരു ആൾക്കൂട്ടത്തിന്റെ ഒരു ശാസ്ത്രവും. അവർ അത്രത്തോളം പ്രതീക്ഷയോടുകൂടി പ്രിയങ്ക ഗാന്ധിക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ അത് ആര്യാടൻ ഷൗക്കത്ത് വോട്ടായി മാറും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഒരു വലിയ മുന്നേറ്റം UDF ക്യാമ്പിൽ ഉണ്ടാക്കാൻ കഴിയും ഈ ഒരു വരവിലൂടെ എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന ലാപ്പിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് മാറ്റിവെച്ചത്. ഇനി പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയാണ്. അതിനുള്ളിൽ തന്നെ അതിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന്റെ ത്രിൽ അത് ഓരോ UDF പ്രവർത്തകരിലും ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട്. അനുജ.